ഫ്രണ്ട്സ്, ഞാൻ റിമോദ് പി ചന്ദ്രൻ. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ ചാനലുമായിട്ട് വരികയാണ്. പുതിയതൊന്നുമല്ല, കുറച്ചായി തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ അതിൽ കുറേ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്കൊരു കുറച്ച് വീഡിയോസൊക്കെ ഇപ്പം ചെയ്യാമെന്നുള്ള ഒരു തോന്നലൊക്കെ തുടങ്ങിയിട്ട് അതിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനിപ്പം ഉള്ളത് വെച്ചാൽ നമ്മുടെ മൗറീഷ്യൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, മൗറീഷ്യ പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളും പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് നല്ല നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു ഈ നാടിനെ ഒരുപാട് എനിക്കിഷ്ടമായി. അപ്പോൾ ഈ നാടിനെ കുറിച്ച് തന്നെ നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പോയിട്ട് എൻ്റെ ഓരോ വീഡിയോസിലും ഇനി നിങ്ങൾക്ക് അതെല്ലാം കാണാം. ഇവിടുത്തെ നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് ഒരു പുറത്തേക്ക് എൻ്റെ ഇങ്ങനെ പുറത്ത് പോയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോസ് ഈ നാടിനെ ഒരു മൊത്തത്തിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് മൗറീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ തന്നെയാണ് ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഉള്ളേരിയകളും കുറച്ച് ഇതായിട്ടുള്ള കവർ ചെയ്തിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എടുത്തുള്ള ഒരു ഷൂട്ടാണ്. ജസ്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ ആ കൂട്ടത്തിൽ ജസ്റ്റ് ഈ മൗറീഷ്യ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെ പറ്റിയിട്ട് ജസ്റ്റ് ചെറിയൊരു വിവരണം, അതാണ് ഞാൻ ഈ വീഡിയോയോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും മുഴുവനായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ മെല്ലെ നടന്ന് പോവാണ്. നടന്നു പോയി ഞങ്ങളുടെ സാറ് കുറച്ച് അപ്പുറത്തേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവിടേക്ക് വരാന്നാ പറഞ്ഞിരിക്കണേ. അവിടേക്ക് കാറായിട്ട് വരും. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് അപ്പൊ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള നല്ല നല്ല പൂക്കളും കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളും ഇതൊക്കെ ഞങ്ങൾ റൂമിനടുത്തുള്ളതാണ്. അപ്പൊ ആ ഏരിയ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുകയും ചെയ്യാം. അപ്പൊ നടക്കുമ്പോ അതെല്ലാം കാണും ചെയ്യാം, എനിക്ക് സംസാരിക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പം ഇവിടുത്തെ ഞാന് മെയിനായിട്ട് വെച്ചാൽ ഇവിടുത്തെ ഈ ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഇവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരും ചെയ്യാം. ഇവിടുത്തെ പൊതുവായിട്ടുള്ള മൊത്തത്തിലല്ല ഞാൻ കാണിച്ചു തരുന്നു. കുറച്ച് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അതേപോലെ നമ്മുടെ കേരളം പോലെ തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഉണ്ടോ ചെടീനെ കൊണ്ടൊരു മതിലുണ്ട് കേട്ടോ അതിന്റെ ബാക്കില്. ഇവര് റോഡ് സൈഡിന്റെ മതിലിന് പുറത്തൊക്കെ ഇവര് ഭംഗിയില് നല്ല നല്ല എന്താ ഈ വീടിന്റെ പുറത്തൊക്കെ നല്ല ഭംഗിയില് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ റോഡ് സൈഡിനാണ് ഇവര് കുറെ അവരുടെ വീടിന്റെ മതിലിനും ഇതിനൊക്കെ കുറച്ച് ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നല്ല ചെടികളും കാര്യങ്ങളൊക്കെ മതിലിന് പുറത്തും വെക്കും, റോഡ് സൈഡിനായിട്ട്. നല്ല രസമാണ്. ഇതുണ്ടോ, ഇതൊക്കെ മതിലിന് ചേർന്നിട്ട് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ നടന്നു പോകുമ്പോ എന്തായാലും ഞാൻ ഇവിടുത്തെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളോട് പറയാം. ഈ മൗറീഷ്യനെ കുറിച്ചിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ശിലന്ദ്ര ഇവന്റെ റൂമിലുള്ളതാണ്. അപ്പോ ഞങ്ങളെല്ലാം കൂടി സുഭാഷും എല്ലാരും കൂടി ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അവരിങ്ങനെ നടന്നു പോകണ്ടതിൽ കൂടെ ഞാൻ ഇങ്ങനെ ഇപ്പുറത്ത് കൂടെ മെല്ലെ വീഡിയോ പിടിച്ചിട്ട് നടക്കുകയാണ്. ഞങ്ങളിപ്പോ ഏകദേശം ബ്രിഡ്ജിന്റെ അങ്ങോട്ടൊക്കെ എല്ലാം എത്താനായിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒന്നല്ല, നമ്മുടെ നാട്ടൊക്കെ കേട്ടോ പുളിമരാണിത്. പുളി നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ കുറച്ചുകൂടി അടുത്ത് പോയിട്ട് നിന്നിട്ട് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. മനസ്സിലാവുന്നുണ്ടോ ഇതില്? ഇതാണ്ടോ പുളിയാണ് നമ്മുടെ നാട്ടിലെ. ഇതാ പുളിയെല്ലാം ഇരിക്കുന്നുണ്ടോ, നമ്മുടെ നാട്ടിലെ പുളിയാണിത്. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം എന്താ പറയാ, തെങ്ങ് കാര്യങ്ങള് ഇതുണ്ടോ. ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കാർഡ് അത് വരയ്ക്ക് ഉണ്ട് ഇവിടെ. കമ്മ്യൂണിസ്റ്റ് കാർഡ് വരയ്ക്ക് മനസ്സിലായോ?
ശരിക്കും നമ്മുടെ അതാ പറഞ്ഞ നമ്മള് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറയാ നല്ലൊരു കേരള ചില നമ്മളിപ്പം ഏം, വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോ തോന്നും. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ സ്ഥലങ്ങളിലും കാണുമ്പോൾ തോന്നും നമുക്ക് ഇത് നമ്മുടെ കേരളം തന്നെയാണോ എന്ന് തോന്നിപ്പോകും. ടൗൺ ഏരിയ അല്ലാണ്ട് കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ ശരിക്കും നമുക്ക് തോന്നിപ്പോകും നമ്മുടെ കേരളത്തിലെ ഏതോ സ്ഥലത്ത് കൂടെ പോകണമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും സാദൃശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ കേരളത്തോട് സാദൃശ്യമായിട്ടുള്ള. അപ്പൊ ഈ ബ്രിഡ്ജിന്റെ അടുത്താണ് ഇപ്പൊ സാറ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ സാർ അങ്ങോട്ടേക്ക് വരുന്ന പറഞ്ഞത് നമുക്ക്. അപ്പൊ ഇവിടെ എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് വെച്ചാല് മെയിൻ ആയിട്ട് എന്നുള്ള കാര്യം മറ്റേ ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റ രീതിയാണ് കേട്ടോ. ആൾക്കാരുടെ പെരുമാറ്റ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാന്ന് വെച്ചാല് നല്ലൊരു പെരുമാറ്റമാണ് എല്ലാവരോടും. ഓ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. അതായത് നമ്മളിപ്പം ഇപ്പൊ ഞങ്ങളുടെ കമ്പനി തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ എത്ര വലിയ മുന്തിയ സാറുമാരാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഇപ്പം രാവിലെ വന്നു കഴിഞ്ഞാല് എല്ലാവരും പരസ്പരം ഒരു ഷൈക്കൻഡ് ഒക്കെ കൊടുത്ത് ഇവിടുത്തെ ഭാഷയിൽ നമസ്കാരം പറയും. അതായത് ഇവിടുത്തെ ക്രിയോളിന്റെ ഭാഷയിൽ ബോയ്സ് പറഞ്ഞിട്ട് ഒരു നമസ്കാരം പറഞ്ഞിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും അത് കേട്ടോ. എല്ലാവരും വന്നു കഴിഞ്ഞാല് കണ്ടതിന് അപ്പൊ തന്നെ അതിപ്പോ രാവിലെ കണ്ടില്ല, അപ്പൊ വൈകുന്നേരം ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നെങ്കിൽ അപ്പൊ വന്നിട്ട് ഞങ്ങൾക്ക് ഷൈക്കൻഡ് തരും. എന്നിട്ട് പറയും ബോഷു പറഞ്ഞിട്ട് അങ്ങനെയാണ് സ്ഥിരം. ഇപ്പൊ ഞങ്ങളുടെ സാറ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സാറ്. മൂപ്പര കൂടെയാണ് ഇപ്പൊ പോകുന്നത്. നമ്മള് മൂപ്പര വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ വെച്ചാല് ഇവര് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇവര് ഭയങ്കര ഒരു അങ്ങനെയുള്ള പെരുമാറ്റ രീതിയാണ് എല്ലാവരെയും നല്ല ഇതായിട്ടുള്ള. അതേപോലെ തന്നെ ഇവര് ഒരു അറിയാത്തൊരു വ്യക്തിയോട്, അതായത് ഇവരുടെ നാട്ടിലുള്ളതാണെങ്കിലും എവിടെ ഉള്ളതാണെങ്കിലും ഇപ്പം അറിയാത്തൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോ വെച്ചാൽ ഫോണിലാണെങ്കിൽ നമ്മളിപ്പോ എങ്ങനെ സാധാരണ സംസാരിക്കുക, ഫോണിലൊക്കെ ആണെങ്കിൽ ഹലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങും എന്നതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവരല്ല, ഇവര് ഹലോ എന്ന് വെച്ചിട്ട് ഇവര് പ്രത്യേകം ഒരു നമസ്കാരം പറയും. നമ്മൾ ശരിക്കും ഈ ഞാനൊക്കെ കേട്ടിട്ടുള്ള, ഞാനൊന്നും ഇപ്പൊ എന്റെ കുറ്റാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ നമ്മൾ സാധാരണ ഫോണിൽ തന്നെ ഹലോ ആരാണ് എന്താണ് അങ്ങനെ ചോദിക്കുക ചെയ്യുക. അപ്പൊ വലിയ നമ്മള് വല്ല കസ്റ്റമർ കെയർ എന്നൊക്കെ വിളിക്കുമ്പോഴാണ് ഹലോ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത്. ഇവര് അങ്ങനല്ല. ഇവര് എപ്പോ വിളിക്കുമ്പോഴാണെങ്കിലും ആരോടാണെങ്കിലും എപ്പോ സംസാരിക്കുമ്പോഴും ഹലോ ബോഷു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സംസാരിക്കാൻ തുടങ്ങുള്ളൂ. എന്നിട്ടാണ് ഇവര് കാര്യങ്ങളൊക്കെ പറയുള്ളൂ. ഇത് ഇവിടുത്തെ പോർട്ട് ലൂയിസ് ആട്ടോ. പോർട്ട് ലൂയിസ് പറഞ്ഞ സ്ഥലമാണ്. ഭയങ്കര ഇതാണ്. നല്ല ഈ ഏരിയയിലാണ് ഞങ്ങളുടെ കമ്പനി വരുന്നത്. ഇതിന് കുറച്ച് ഉള്ളോട്ട് അധികം ഇല്ല, കുറച്ചുകൂടി ബാക്കിലായിട്ടാണ് ഞങ്ങളുടെ കമ്പനി വരുന്നത്. ഈ ഏരിയയിലാണ് കമ്പനി വരുന്നത്, പോർട്ട് ലൂയിസിൽ. ഞങ്ങളുടെ കമ്പനീന്റെ പേര് കെൻലി ഷിപ്പ് ചാനലർ എന്നാണ്. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റിന്റെ അങ്ങോട്ടേക്കുള്ള വഴിയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ മാർക്കറ്റാണിത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അന്ന് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റ്. ഇത് ചെറിയൊരു മാർക്കറ്റാണ്. ഇവിടെ സാധാരണ നല്ല തിരക്കൊക്കെ ഉണ്ടാവില്ല. ഇന്നിപ്പോ കുറച്ച് കുറവായിട്ടാ കാണുന്നത്. എന്താന്നറിയില്ല. സാധാരണ നല്ല തിരക്കുള്ള ഏരിയ ആണിത്. 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ മാർക്കറ്റൊക്കെ പൂട്ടൊക്കെ ചെയ്യും. വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കെല്ലാം മാർക്കറ്റ് പൂട്ടും. അത്ര വരെ ഉണ്ടാവുള്ളൂ, 5 മണി വരെയൊക്കെ. ഇതൊക്കെ നമ്മുടെ നല്ലൊരു നാട്ടിലൂടെ പോകുന്ന ഒരു ഇതന്നെ ഉണ്ടാവും നിങ്ങൾക്കെല്ലാം. സൈഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. ഇതാ ഞാൻ മുന്നിൽ കാണുന്നുണ്ടോ, കരിമ്പ് കൃഷിയാണ് കേട്ടോ അത്. നമ്മളെ കരിമ്പ് കൃഷിയൊക്കെ കണ്ടമാനം. ഇവിടെ കൃഷിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ് സംഭവം പറഞ്ഞു കഴിഞ്ഞാല്. എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഇപ്പൊ എല്ലാം എങ്ങനെയാണ് ഇപ്പൊ കൃഷി ചെയ്യുന്ന നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ യുപിന്ന് വന്നിട്ട് ഇതാ കരിമ്പ് കൃഷിയാണിത്. യുപിന്ന് വന്നിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ റൂമിൽ തന്നെ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നവര് പിന്നെ നേരത്തെ കാണിച്ചിരുന്നു ശൈലേന്ദ്ര, അവനൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട്. അവർ വിത്തും കാര്യങ്ങളും അതിന് വേണ്ട എല്ലാ സൗകര്യം ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കമ്പനി, ഞങ്ങളുടെ കമ്പനി തന്നെ അവർക്ക്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. അവരുണ്ടാക്കി ആക്കി കഴിഞ്ഞാല് അവർക്ക് വെച്ചുണ്ടാക്കി കഴിക്കാം, അത്ര തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വിത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടപ്പോ അവര് വിത്തും കാര്യങ്ങളും ഒരുപാട് സാധനങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവര് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ വെച്ചാൽ വേറൊരു പ്രത്യേകത വെച്ചാല് ബോഡി ഷേമിംഗ് ഇല്ല. ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാവരും അധികം കാണുന്ന ആൾക്കാരും ഇവിടുത്തെ ആൾക്കാർ തടിച്ച് വയറൊക്കെ ചാടിയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു വെച്ചാല് ഒരു അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ എന്തായാലും ഒരു മുറിവുറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ട് പറയും. കാരണം അത്രയും നല്ല തടിച്ച് നല്ല വയറൊക്കെ നല്ല തടിയുള്ള ആൾക്കാർ. അധികം ആൾക്കാരും എനിക്ക് തോന്നുന്നത് നല്ല തടിയും മണ്ണൊക്കെ ഉള്ള ആൾക്കാരാ. പക്ഷെ അങ്ങനത്തെ ആരും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടതിന് ഒരു 3-4 ആൾക്കാർ ഒന്നിച്ച് എന്നിട്ട് കാണുന്ന സമയത്താണ് എനിക്ക് തോന്നിച്ചാല് എന്തായാലും ഒന്ന് ഒരു കമന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ തമ്മിൽ പറയും. അന്നാടാ തീരെ വണ്ണല്ലല്ലോ അങ്ങനെയൊക്കെ എന്തായാലും 1-2 കമന്റ് ഒക്കെ ഇതിലുണ്ടാവും ഇല്ലേ? നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ബോഡി ഷേമിങ് ഇവിടെ മെയിൻ ആയിട്ട് എന്ന് വെച്ചാല് ആർക്കും മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലേക്ക് തലയിടാൻ ഇവർക്ക് ആർക്കും സമയമില്ല. നമ്മുടെ അവിടെ ഉള്ള പോലെ ഒന്നല്ല. ഇവർക്ക് ആർക്കും മറ്റുള്ളവരുടെ അവനവന്റെ കാര്യങ്ങൾ നോക്കണു അവിടെ ചെയ്യണു. എല്ലാവരും അവരവരുടെ കാര്യങ്ങളായിട്ട് എല്ലാവരും ഫുൾ ടൈം തിരക്കിലാണ് എല്ലാവരും. മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവൻ എന്താ ചെയ്യണ്, അവനെന്താ കാണിക്കണ്, അവനെങ്ങനെ നടക്കണ്, ഇത് നോക്കി നടക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. ഇവിടെ എല്ലാവരും അവനവന്റെ കാര്യങ്ങളിൽ തിരക്ക് പിടിച്ചിട്ട് ഓടുന്നവരാണ്. അവനവന്റെ കാര്യങ്ങൾ നോക്കുക മാത്രം. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എനിക്ക് ശരിക്കും ഞാൻ ഹെഡിങ് പറഞ്ഞ പോലെ ശരിക്കും ഇതൊരു ദൈവത്തിന്റെ സ്വന്തം നാട് പോലെ തന്നെയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് തോന്നുന്നു എനിക്ക് ചില സമയത്ത്. അത്രയും ഒരു ഇതായിട്ടാ. പിന്നെ എന്താ വെച്ചാൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഇവിടെ ജോലിക്ക് വന്ന് ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മാസം 20,000 റുപ്യന്റെ താഴെ ഇവിടുത്തെ മൗറിഷ്യൻ മണി 20,000 റുപ്യന്റെ താഴെ വാങ്ങുന്നവർക്ക് ഒരു 3,000 രൂപ എല്ലാ മാസം ഗവൺമെന്റിന്റെ വക വെറുതെ കിട്ടുന്നുണ്ട്. ഈ ശമ്പളത്തിന് പുറമെ ഗവൺമെന്റിന്റെ വക എല്ലാം അത് കൃത്യമായിട്ട് ഗവൺമെന്റ് ഒരു എനിക്ക് തോന്നുന്നു 9-ാം തീയതി 10-ാം തീയതി ആ ഡേറ്റിനാണ് കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് 3,000 രൂപ ഗവൺമെന്റിന്റെ വക വരും. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഇവിടെ 5,000 രൂപ വെച്ചിട്ടാണ് എല്ലാ മാസം 18 വയസ്സ് തികയുന്നവരെ പോലീസുകാരൊക്കെ നിൽക്കണു ചെക്കിങ്ങിന്. 18 വയസ്സ് തികയുന്നവരെ എല്ലാ കുട്ടികൾക്കും 5,000 രൂപ വെച്ചിട്ട് എല്ലാ മാസം. ഇവിടെ വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുന്നത് എത്രയെന്ന് അറിയോ? ഇവിടുത്തെ 20,000 രൂപയാണ് 60 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് വാർദ്ധക്യ പെൻഷനായിട്ട് കിട്ടുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. എന്നിട്ട് ഞങ്ങള് സാറിന്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് എത്തി. അവരുടെ ടെറസിന്റെ മുകളിൽ കയറിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അതുണ്ടാവും മലകളൊക്കെ അവിടെയുള്ള ഒരു ചെറിയൊരു വ്യൂ ആണ് കാണുന്നത്. ആ ടെറസിന്റെ മുകളിൽ നിന്നിട്ടുള്ള നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരുപാട് വലിയ വലിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ അമ്പലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഓരോ അമ്പലങ്ങളിലായിട്ട് ഞാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്റെ പ്ലാനിങ് ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഡ്യൂട്ടിന്റെ കാര്യത്തിലൊക്കെ ചേഞ്ച് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കടലാണ്. അപ്പുറം നീല ബ്ലൂ ഇതില് കടല് കാണുന്നുണ്ട്. എന്താ ശരിക്കും നമ്മുടെ നല്ലൊരു എന്താ തെങ്ങൊക്കെ നിൽക്കണുണ്ടോ കണ്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തോന്നും നല്ലൊരു എന്താ പറയാ അങ്ങനത്തെ ഒരു മലകളും. ഇതിന്റെ മുകളിലൊക്കെ ഒരു ദിവസം കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കട്ടെ. ലീവിന്റെ കാര്യമൊക്കെ നോക്കിയിട്ട് എല്ലാ ഇനിയും ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുതരും. ഓക്കെ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരും. ആദ്യം കുറച്ച് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാരും ഒന്ന് ക്ഷമിച്ചിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് കാണാം. ബൈ.